ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഉള്ളൊരു കേക്ക് ഡെക്കറേഷൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്, ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊക്കെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കേക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും 1/4 കപ്പ് ക്രീമും കൂടെ ഒന്ന് മൈക്രോവേവിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. കേക്ക് ഒരു 15 മിനിറ്റ് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് തണുത്തിട്ട് വേണം ഗനാഷ് എൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ ഗനാഷിന് ഒട്ടും തന്നെ ചൂടുണ്ടാവരുത്. റൂം ടെമ്പറേച്ചറുള്ള ഗനാഷാണ് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ക്രീമെല്ലാം മെൽറ്റായി പോവും. കേക്ക് പുറത്തെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗനാഷ് മുകളിലും സൈഡിലും എല്ലാം നന്നായിട്ട് ഗനാഷ് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കണം. എന്നിട്ട് വേണം ഡെക്കറേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് കേക്കിൻ്റെ ആ ഒരു ബോർഡ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗോൾഡൻ ഡസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു കുറച്ച് എസൻസ് ചേർത്തിട്ട് ഒന്ന് കലക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു കുഞ്ഞു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആവശ്യമില്ല, കുറച്ച് മാത്രം മതി. എന്നിട്ട് അതിലേക്ക് ആൽമണ്ട് എസൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവോപ്പറെക്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവില്ല. ഇതൊന്ന് നല്ലൊരു പേസ്റ്റ് പോലെ ഒന്ന് കലക്കിയെടുത്താൽ മതി. അപ്പോൾ ഡസ്റ്റ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഒന്ന് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ടുള്ള കേക്കാണ്. അതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നോസിൽ എടുത്തിട്ടുണ്ട്. നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നത്. ഈ ഒരു നമ്മൾ കലക്കിയെടുത്തിട്ടുള്ള ആ ഗോൾഡൻ ഡസ്റ്റിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുത്തിട്ട് വേണം ഇതുപോലെ ഈ കേക്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. ഒരുപാട് പ്രസ് ചെയ്യരുത്. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് നന്നായിട്ട് അവിടെ ഒരു ഭംഗിയിൽ കിട്ടിക്കോളും. അപ്പോൾ പല അളവിലുള്ള നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെക്കറേഷനാണിത്. അതിൻ്റെ മുകളിലായിട്ട് ഒരു 2-3 ബട്ടർഫ്ലൈ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു കേക്കിന് ഇത്രയൊക്കെ ഡെക്കറേഷൻ തന്നെ മതിയാവും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് കേക്കിൻ്റെ ബോർഡർ വേണമെങ്കിൽ താഴെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടോ എന്തെങ്കിലും പൈപ്പ് ചെയ്ത് കൊടുക്കാമെന്നാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാവുന്ന ഒരു ഡെക്കറേഷനാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്